കഥയാരംഭിക്കുന്നത് കാലെന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പതിവ് പോലെ അലാറത്തിന്റെ ശബ്ദം കേട്ട് കാലെഴുന്നേറ്റു. കൂട്ടത്തിൽ അവന്റെ വളർത്തുനായിയായ റെന്റുമുണ്ട്. പതിവ് പോലെ മോർണിംഗ് റൊട്ടീൻസ് ഒക്കെ കഴിഞ്ഞ് റെന്റിന് ഭക്ഷണവും കൊടുത്ത് അവൻ സ്കൂളിലേക്ക് പുറപ്പെടാനിറങ്ങി. കാലിന് അമ്മ മാത്രമാണുള്ളത്. ജോലിക്ക് പോകുന്ന അമ്മയെ കാലങ്ങനെയൊന്നും കാണാറുമില്ല. കാല് സ്കൂളിലേക്ക് പുറപ്പെട്ടു. സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ നിലത്തൊരു കോയിൻ കിടക്കുന്നത് കണ്ട് അവനത് എടുക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ ആ കോയിൻ സ്കൂളിലെ ബുള്ളീസായ കുട്ടികളുടെ സംഘം നിലത്തൊട്ടിച്ചു വെച്ചിരുന്നതായിരുന്നു. അവനത് എടുക്കാൻ നോക്കുന്നത് കണ്ടതും അവന്റെ പിന്നാലെ വന്നിരുന്ന കാളിനോട് ക്രഷുള്ള സിസിലി എന്ന പെൺകുട്ടി കാളിനെ അതിനെപ്പറ്റി വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും മറഞ്ഞു നിന്നിരുന്ന ആ ട്രാപ്പ് ഒരുക്കിയിരുന്ന റോണി എന്ന പയ്യൻ കാളിനെ തള്ളിയിട്ടിരുന്നു. അത് കണ്ട് റോണിയും സംഘവും ചിരിക്കാനും മറ്റും ആരംഭിച്ചു. സ്കൂളിലെ ബുള്ളീസിന്റെ ഒരു സംഘമാണ് റോണിയുടേതും സംഘത്തിന്റേതും. മയക്കുമരുന്ന് അടക്കം ഉപയോഗിക്കുന്ന കൂട്ടുകാരുടെ ഒരു സംഘമായിരുന്നു അത്. താഴെ വീണപ്പോ കാളിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു കോണ്ടം പാക്കറ്റ് തെറിച്ചു വീണിരുന്നു. കാളെഴുന്നേറ്റ് പോയി. പിന്നാലെ വന്ന സിസിലി അത് കണ്ടു. അവൾ അതെടുത്ത് കാളിന് കൊടുക്കാമല്ലോ എന്ന് കരുതി കയ്യിൽ വെച്ചു. കാളങ്ങനെ തന്റെ ക്ലാസ് മുറിയിലേക്ക് എത്തി. അന്ന് ക്ലാസ്സിൽ ഒരു എക്സാം നടക്കുകയാണ്. വൈകാതെ എക്സാം ആരംഭിച്ചു. കാളിന്റെ പിന്നിലിരുന്ന ഹാങ്ക് എന്ന പയ്യൻ കാളിനെ കോപ്പിയടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കാളാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സംഭവം എന്തെന്നാൽ ഹാങ്കിന്റെ കൂട്ടുകാരും ഹാങ്കിന്റെ കൂട്ടത്തിലിരിപ്പുണ്ട്. കാൾ കാണിച്ചു കൊടുത്താൽ ഹാങ്കിനൊപ്പം മറ്റുള്ളവരും അത് നോക്കിയെഴുതും. അത് തന്റെ റിസൾട്ടിനെയും ബാധിക്കും എന്ന് കാളിന് അറിയാമായിരുന്നു. കാളങ്ങനെ മറച്ചു പിടിച്ചെഴുതുന്നത് ഹാങ്കിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ബുള്ളിയായ ഹാങ്ക് കാളിനോട് മറിഞ്ഞിരിക്കാതെ നീങ്ങിയിരിക്കാൻ പറയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ അത് ശ്രദ്ധിച്ചിരുന്നു. കാളിനെ വിളിച്ച് എന്താ അവിടെ പ്രശ്നമെന്നും ഉള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ കാളിനെ തോപ്പിക്കും എന്നും ആ ടീച്ചർ പറഞ്ഞു. ടാലി എന്നായിരുന്നു ആ അധ്യാപകന്റെ പേര്. ഹാങ്കും കൂട്ടുകാരും പ്രശ്നക്കാരും ബുള്ളീസും ആയതുകൊണ്ട് തന്നെ വെറുതെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് ചിന്തിച്ച് കാൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നു. കാള് ശേഷം മറ്റൊരു ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഗബ്രിയേൽ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ കാൾ ഉറ്റുനോക്കുന്നുണ്ട്. കാളിന് ഗബ്രിയേലിന് മേലൊരു ക്രഷ് ഉണ്ടായിരുന്നു. അവളുടെ ഫോട്ടോയടക്കം വരച്ച് അവൻ തന്റെ വീട്ടിലെ മുറിയിൽ വെച്ചിട്ട് പോലുമുണ്ട്. അന്ന് അവിടെ വെച്ച് ഗബ്രിയേലിനെ കണ്ടപ്പോ തന്റെ നോട്ട്ബുക്കിൽ അവളെ നോക്കി അവൻ അവളുടെ പോർട്രേറ്റ് വരയ്ക്കാൻ ആരംഭിച്ചു. പിന്നാലെയായിരുന്നു ഒരു ക്ലാസ് പ്രോജക്റ്റിന്റെ ഭാഗമായി അവരെല്ലാവരും ഒന്നിച്ചിരുന്നത്. ഗബ്രിയേലിനെ ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ ഗബ്രിയേലിന്റെ ടീമിലെത്താൻ കാൾ ശ്രമിക്കുകയും ചെയ്തു. ഒരു തരത്തിൽ ഗ്യാബി എന്ന് വിളിക്കുന്ന ഗബ്രിയേലിന്റെ ടീമിലേക്ക് അവൻ എത്താൻ സാധിച്ചെങ്കിലും അവൾ അവനോട് കാര്യമായൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കഫറ്റേരിയയിൽ എത്തിയപ്പോൾ തന്റെ പ്രിയ സുഹൃത്ത് ബോർജിക്കടുത്ത് അവൻ സംസാരിച്ചു. താൻ വരച്ച ഗബ്രിയേലിന്റെ ചിത്രവും അവൻ ബോർജിക്ക് കാണിച്ചു കൊടുത്തു. നിന്റെ ചിത്രമൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഗ്യാബിയുടെ പിന്നാലെ പോവണ്ട. അവള് വിക്കിന്റെ ഗേൾഫ്രണ്ടാ, വെറുതെ ആവശ്യമില്ലാതെ പണി വാങ്ങണ്ട എന്നായിരുന്നു ബോർജി പറഞ്ഞത്. അതിനൊരു കാരണവുമുണ്ട്. വിക്ക് സ്കൂളിലെ പ്രധാന ബുള്ളികളുടെ നേതാവാണ്. അതുപോലെ തന്നെ സ്കൂളിലെ പോപ്പുലറായ വ്യക്തിയും. ഗ്യാബിയും അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തനിക്ക് സാധിക്കും എന്നൊരു ശുഭപ്രതീക്ഷ കാളിനുണ്ടായിരുന്നു. തന്റെ അച്ഛൻ അമ്മയ്ക്ക് ഒരു പാട്ടെഴുതി കൊടുത്ത അമ്മയെ ഇംപ്രസ് ചെയ്യിച്ചത് എന്ന തരത്തിൽ അവനപ്പോ പറയുന്നുമുണ്ട്. പിന്നീട് ക്ലാസ് തുടരുമ്പോൾ ഒരു ടീച്ചർ കാളിന്റെ ഡെസ്കിലുണ്ടായിരുന്ന ഒരു ലെറ്റർ കണ്ടു. കാളിന് UCLAയിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. പക്ഷെ തനിക്ക് അവിടെ പോവാൻ താല്പര്യമില്ലെന്നും റോഡ് ഐലൻഡിൽ പോവാനാ താല്പര്യം എന്നുമായിരുന്നു കാള ടീച്ചറോട് പറഞ്ഞത്. പിന്നീട് ടീച്ചറൊക്കെ പോയപ്പോ സിസിലി തന്റെ കയ്യിൽ കിട്ടിയ കോണ്ടം കാളിന് ഇട്ടുകൊടുത്തു. ഹോം കമ്മിങ് ഡാൻസ് വരുന്നുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ തന്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ കാളിനെ ക്ഷണിക്കണം എന്നവൾക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ബോർജി ഇടപെട്ട് സിസിലിയോട് ഓരോന്ന് ചോദിച്ച് സംസാരിച്ചതുകൊണ്ട് സിസിലിക്ക് കാളിനോട് അത് ചോദിക്കാനുള്ള അവസരം കിട്ടിയില്ല. ശേഷം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഗ്യാബിയും കൂട്ടുകാരും നടന്നു വരുന്നത് കാളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗ്യാബിയുടെ മുമ്പിലേക്ക് ചെന്ന കാൾ അവളോട് തനിക്കൊന്ന് തനിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കൂട്ടുകാരെ പറഞ്ഞു വിട്ട് ഗ്യാബി കാളിനോട് തനിച്ച് സംസാരിക്കാൻ നിന്നു. ഹോം കമ്മിങ് സ്കൂൾ ഡാൻസിൽ അവൾ പങ്കെടുക്കുന്നുണ്ടോ എന്നായിരുന്നു കാള് ചോദിച്ചത്. പക്ഷേ അതിനൊക്കെ ആരാ പോകുന്നേ, അവിടെ ആരാ ഡാൻസ് ചെയ്യുന്നേ എന്ന തരത്തിലായിരുന്നു അവളുടെ മറുചോദ്യം. പിന്നാലെ അവൾ അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയും ചെയ്തു. അവൾ പോകുമ്പോ അവളുടെ ബാക്ക് പാക്ക് തുറന്നു കിടക്കുന്നത് കാള് ശ്രദ്ധിച്ചിരുന്നു. അവൻ വരച്ചിരുന്ന ആ ചിത്രം അവൻ വേഗത്തിൽ അതിനുള്ളിലേക്കിട്ടു. ശേഷം കാള് വീട്ടിലേക്ക് പോവാൻ തന്റെ സൈക്കിൾ എടുക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ബുള്ളീസിന്റെ സംഘമായ വിക്കും കൂട്ടുകാരും അങ്ങോട്ടേക്ക് എത്തുന്നത്. തന്റെയും തന്റെ കൂട്ടുകാരുടെയും എക്സാം പേപ്പറുകൾ മിസ്റ്റർ ടാലി സ്വീകരിച്ചില്ലെന്നും തങ്ങൾ കോപ്പിയടിച്ചു എന്നയാൾ പറയുന്നത് എന്നും പറഞ്ഞ വിക് കാള് തങ്ങളെ ഒറ്റിക്കൊടുത്തതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നും കാള് തന്നെ അതിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അവൻ അനുഭവിക്കേണ്ടി വരും എന്നും ഭീഷണിപ്പെടുത്തി. താൻ ടാലിയോട് ഒന്നും പറഞ്ഞിട്ടില്ല, വെറുതെ പ്രശ്നമുണ്ടാക്കരുത് എന്നൊക്കെ കാള് പറഞ്ഞപ്പോ അതൊന്നും തങ്ങൾക്കറിയില്ല. മിസ്റ്റർ ടാലി തങ്ങളുടെ പേപ്പറുകൾ സ്വീകരിച്ചിട്ടില്ല, കാര്യങ്ങളൊക്കെ കാള് തന്നെ സോർട്ട് ഔട്ട് ചെയ്തോളണം എന്ന തരത്തിൽ വിക്ക് വീണ്ടും വാൺ ചെയ്തു. വൈകാതെ അവരുടെ സ്പോർട്സ് ടീമിന്റെ കളി വരികയാണ്.
ആണെന്നും അവരിൽ ആരെങ്കിലും എക്സാമിൽ പാസ്സാവാതെ പുറത്തായാൽ കളിക്കാൻ സാധിക്കില്ലെന്നും അത് ടീമിനെ മൊത്തത്തിൽ ബാധിക്കും എന്നും വിക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ താനൊന്നും പറഞ്ഞിട്ടില്ല, തനിക്കതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കാള് തർക്കിച്ചതോടെ വിക്കും ബുള്ളീസായ കൂട്ടുകാരും ചേർന്ന് കാളിനെ മർദ്ദിക്കുകയും അവിടുണ്ടായിരുന്നൊരു വീപ്പയിലേക്ക് കാളിനെയാക്കി ആളുകൾ ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീപ്പയുരുട്ടി അവനെ താഴേക്ക് വിടുകയും ചെയ്തു. കാളിന് വലിയ ബുദ്ധിമുട്ടുകളും പരിക്കും സംഭവിച്ചിരുന്നു. ആകെ അവശതയിലായിരുന്നു കാളന്ന് വീട്ടിലേക്ക് പോന്നത്. വീട്ടിലെത്തി സോഫയിൽ കിടക്കുമ്പോ റെന്റ് അവന്റെ അടുത്തേക്ക് വന്നു. റെന്റിനെ വിഷമിപ്പിക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. ആ അവശതയിലും റെന്റിനൊപ്പം കുറച്ചു സമയം കളിക്കുവാൻ അവൻ തയ്യാറായി. ജോലി കഴിഞ്ഞ് രാത്രി വൈകിയായിരുന്നു കാളിന്റെ അമ്മ വരുന്നത്. കാള് പോലും മര്യാദക്കമ്മയെ കാണാറുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഒരു വർക്കറിൽ നിന്ന് വിവരമറിഞ്ഞ് പ്രിൻസിപ്പൽ കാളിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. തലേ ദിവസം വിക്കും കൂട്ടുകാരും ചെയ്ത പ്രവൃത്തി സ്കൂളിലെ ആ വർക്കർ നേരിൽ കണ്ടിരുന്നു. അതിനെപ്പറ്റി കാളിനോട് നേരിട്ട് തന്നെ ചോദിക്കാനായിരുന്നു പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തിയത്. കൃത്യം അതേ സമയമാണ് അങ്ങോട്ടേക്ക് വിക്കുമായി ഫുട്ബോൾ കോച്ചും കടന്നു വന്നത്. ഗ്യാബിയുടെ ബാഗിലേക്ക് കാൾ വരച്ചിട്ട ചിത്രം വിക്കിന്റെ കയ്യിലുണ്ടായിരുന്നു. അവനത് പ്രിൻസിപ്പലിന് കൈമാറി ഇവൻ തന്റെ ഗേൾഫ്രണ്ടിന്റെ പിന്നാലെ നടക്കുകയാണ് എന്ന തരത്തിൽ വിക്ക് ആരോപിച്ചു. കാൾ അത് കേട്ടിരുന്നു. വെറുതെ വീണ്ടും പ്രശ്നമൊന്നും വേണ്ടല്ലോ എന്ന് ചിന്തിച്ച അവൻ വിക്കും കൂട്ടുകാരും തലേന്ന് തന്നെ ഉപദ്രവിച്ച കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞ് പ്രശ്നങ്ങൾ തീർത്തിറങ്ങിപ്പോരുകയാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ സിസിലി കാളിന് അടുത്തെത്തി. ലൈബ്രറിയിൽ തന്റെ കൂടെ വരുന്നുണ്ടോ, നമുക്ക് ഒന്നിച്ചൊരു പുകവലിക്കാനും പോവാം എന്നൊക്കെ ചോദിച്ച സിസിലി അവനെ ക്ഷണിച്ചു. കൂട്ടത്തിൽ ഹോം കമ്മിങ് ഡാൻസിനെ പറ്റിയും സിസിലി അവനോട് ചോദിച്ചിരുന്നു. ആരാ പരിപാടിക്കൊക്കെ പോകുന്നത് എന്ന തരത്തിൽ ഗ്യാബി അവനോട് പറഞ്ഞ അതേ മറുപടി അവൻ സിസിലിയോട് പറഞ്ഞു. ഉടൻ സിസിലി തിരുത്തി പറഞ്ഞു, ആരും അവിടെ ഡാൻസ് കളിക്കാൻ മാത്രമായി പോവാറില്ല എന്ന തരത്തിലായിരുന്നു അത്. ശേഷം അവൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞപ്പോ സിസിലിയെ കാണുവാൻ സിസിലി പറഞ്ഞ പോലെ ലൈബ്രറിയിലേക്ക് ചെന്നു. അവർ ഒന്നിച്ച് അവിടെ നിന്നും പുകവലിച്ചു. അവിടെ നിന്ന് പോരുമ്പോ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് സിസിലി ചോദിച്ചിരുന്നു. കാള് തന്റെ സൈക്കിളിൽ സിസിലിയെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യവശാൽ വീട്ടിലേക്ക് എത്തുന്നതിന്റെ തൊട്ടുമുമ്പ് സൈക്കിൾ മറിഞ്ഞ് ഇരുവരും താഴെ വീണു. അന്നായിരുന്നു സിസിലിയുമായി കാളത്ര അടുത്തിടപഴകുന്നത്. സിസിലിയോട് ഒരടുപ്പവും അവന് തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം കാള് പതിവ് പോലെ സ്കൂളിൽ പോയി. അന്നും ഗ്രൂപ്പ് വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്യാബി കാളിനെതിരെ വന്നിരുന്നു. അവനോട് സംസാരിച്ചു. അവൻ വരച്ച ചിത്രം താൻ കണ്ടെന്നും അത് തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ഗ്യാബി കാളിനോട് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അവൾ ആ ചിത്രം കാണുമ്പോഴേക്കും വിക്കും അത് കണ്ടിരുന്നു. അത് കണ്ടതും വിക്ക് വല്ലാതെ ദേഷ്യപ്പെട്ടെന്നും അങ്ങനെ പ്രശ്നമായത് എന്നും അവൾ വ്യക്തമാക്കുന്നുണ്ട്. ആ വീക്കെൻഡിൽ വിക്ക് തന്റെ വീട്ടിൽ തനിച്ചാണെന്നും അന്നവൻ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ടെന്നും പാർട്ടിയിൽ പങ്കെടുക്കാൻ നീയും വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ഗ്യാബി അവനെ ക്ഷണിക്കുകയും ചെയ്തു. കാളൊന്നും മറുപടി പറഞ്ഞില്ല. ഗ്യാബി തുടർന്നു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വിഷയമൊന്നുമില്ലെങ്കിൽ ആ രീതിയിൽ അതങ്ങ് മുമ്പോട്ട് കൊണ്ടുപോയാ പോരെ, ഇതുകൊണ്ടൊന്നും നീ അപ്സെറ്റ് ആവില്ലെന്നും അതോടെ അവന് ബോധ്യമായിക്കോളും. കാള് പക്ഷേ അതിനൊന്നും മറുപടി പറഞ്ഞതേയില്ല. അന്ന് പിന്നീട് ബോർജിയും കാളും കൂടി ഒറ്റപ്പെട്ട ഒരിടത്തേക്ക് പോയിരുന്നു. അവരുടെ പക്കൽ ഒരു പിസ്റ്റളും ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അവർ ആരംഭിച്ചു. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നമൊന്നും വേണ്ടെന്നും ഗ്യാബി പറഞ്ഞ പോലെ വിക്കിന്റെ ആ പാർട്ടി പോയി അറ്റൻഡ് ചെയ്യാം എന്ന് ബോർജി കാളിനോട് ആ സമയം സംസാരിക്കുന്നുണ്ട്. ബോർജി കൂടി അത്തരത്തിൽ പറഞ്ഞതോടെ മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും പാർട്ടിക്ക് പോയേക്കാം എന്ന് കാളും തീരുമാനിക്കുന്നു. അങ്ങനെ ആ പാർട്ടി ദിവസം എത്തി. ബോർജിയും കാളും ചേർന്ന് പാർട്ടിക്ക് പോയിരുന്നു. മദ്യവും മയക്കുമരുന്നുമൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞതും പാർട്ടിയിലേക്ക് സിസിലിയും കടന്നു വന്നു. കാളിനെ കണ്ട് സംസാരിച്ചു. അകത്ത് കോലാഹലങ്ങളും തമാശകളുമൊക്കെ നടക്കുന്നതുകൊണ്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ അവരിരുവരും പുറത്തേക്കിറങ്ങി. പുറത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരെ വിക്കും ബുള്ളീസായ മറ്റുള്ളവരും ശ്രദ്ധിച്ചിരുന്നു. അതോടെ വിക്കും കൂട്ടുകാരും അങ്ങോട്ടേക്ക് ചെല്ലുകയും അവരിരുവരെയും കളിയാക്കിയും മറ്റും ബുള്ളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഇവള് നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ, ഇവളെ തൊട്ട നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കട്ടടാ എന്ന് പറഞ്ഞ് വിക്കും കൂട്ടുകാരും കാളിനെ പിടിച്ച് അവന്റെ കാറിന്റെ ഡിക്കിയിൽ അടയ്ക്കുകയും സിസിലിയെ ഉപദ്രവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അവർ പരിധി വിടുന്നതിന് മുമ്പേ അതൊക്കെ കണ്ട് ഗ്യാബി അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു. ഗ്യാബി വിക്കിനെയും മറ്റുള്ളവരെയും തള്ളി മാറ്റി. സിസിലി മോചിപ്പിക്കപ്പെട്ടതും അസ്വസ്ഥതയോടെ കരഞ്ഞലറി വിളിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അടുത്ത ദിവസം കാളും ബോർജിയും കണ്ടിരുന്നു. തലേ ദിവസത്തെ കാര്യങ്ങൾ കൊണ്ട് കാളിന് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. ബോർജി കാളിനോട് സംസാരിച്ചു. തലേന്ന് അവൻ അങ്ങനെയൊക്കെ പറ്റിയപ്പോ അവനെ സംരക്ഷിക്കാനോ അവന്റെ കൂടെ നിൽക്കാനോ തനിക്ക് സാധിച്ചില്ലെന്നും മനഃപൂർവ്വമല്ലെന്നുമൊക്കെ അവൻ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നീ ഇപ്പോ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നീയൊന്നും ചെയ്യില്ലായിരുന്നുവെന്നും നിന്നെ കൊണ്ടൊന്നും പറ്റില്ലായിരുന്നുവെന്നുമൊക്കെയായിരുന്നു കാൾ അവനോട് പറഞ്ഞത്. കാള് വലിയ ദേഷ്യത്തിലായിരുന്നു. ബോർജിയും രണ്ടുപേരും തമ്മിൽ വലിയ വാക്കുതർക്കം സംഭവിച്ചു. പരസ്പരം പുച്ഛിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു. കാളെന്ന് സ്കൂളിൽ
വീട്ടിലേക്കെത്തി സിസിലിയെ തിരഞ്ഞെങ്കിലും അവിടെങ്ങും സിസിലിയെ കാണുന്നേയുണ്ടായിരുന്നില്ല. അന്ന് ക്ലാസ്സിലിരിക്കുമ്പോ ഗ്യാബി അവനൊരു നോട്ട് കൊണ്ടുപോയി കൊടുത്തെങ്കിലും അവനത് തുറന്നുപോലും നോക്കിയില്ല. അവനുണ്ടായിരുന്ന ആകാംക്ഷ മുഴുവൻ സിസിലിയെ പറ്റിയായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോ സൈക്കിൾ എടുക്കാൻ ചെന്ന് അവൻ കണ്ടത് സൈക്കിളിന്റെ ചെയിൻ പൊട്ടിക്കിടക്കുന്നതാണ്. ആരാണ് പൊട്ടിച്ചത് എന്നവൻ അറിവുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവന് വല്ലാതെ ദേഷ്യം വന്നു. ജോലി സ്ഥലത്തെത്താൻ അതുകൊണ്ട് തന്നെ അവൻ വൈകുകയും ചെയ്തു. പിന്നെ പറയണ്ടല്ലോ, അതിനോടകം 2 വട്ടം അവന് ജോലിയിൽ വൈകിയെത്തിയതിന് വാണിംഗ് കിട്ടിയിരുന്നതായിരുന്നു. മാനേജർ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. സൈക്കിൾ ചെയിൻ പൊട്ടിയിരുന്നതുകൊണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ വേണ്ടി അവൻ അമ്മയെ വിളിച്ചെങ്കിലും അമ്മ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഒടുവിൽ പൊട്ടിയ ചെയിനുള്ള സൈക്കിളും തള്ളി വേണമായിരുന്നു അവന് വീട്ടിലേക്കെത്തുവാൻ. വൈകി വീട്ടിലെത്തി അവൻ അമ്മയെ നോക്കി. പക്ഷേ അതിനു മുമ്പേ വീട്ടിലെത്തിക്കഴിഞ്ഞിരുന്ന അമ്മ നല്ല ഉറക്കമായി കഴിഞ്ഞിരുന്നു. എല്ലാം കൊണ്ടും കാളിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയവൻ അമ്മയുടെ കാറെടുത്ത് റെന്റിനെയും കൂടെ കൂട്ടി അവിടെ നിന്ന് പോവാൻ തുടങ്ങി. തലേ ദിവസം വിക്ക് ചെയ്ത പ്രവൃത്തി അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ അവന്റെ സൈക്കിൾ ചെയിൻ പൊട്ടിച്ചതും വിക്കാണെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. വിക്കിന്റെ വീട്ടിലേക്ക് എത്തിയവൻ വിക്കിന്റെ കാറിന് തീയിട്ടു. ആരെങ്കിലും കാണുന്നതിന് മുമ്പേ കാറെടുത്ത് അവിടെ നിന്ന് പോരാനും തുടങ്ങി. വെളിച്ചവും ശബ്ദവും കേട്ട് പുറത്തേക്കിറങ്ങി വന്ന ഹാങ്കും വിക്കും പോകുന്ന കാർ കണ്ടിരുന്നു. കാറിനുള്ളിലിരിക്കുന്ന കാളിന്റെ നായായ റെന്റിനെയും. അടുത്ത ദിവസം കാള് സ്കൂളിൽ പോയതേയില്ല. അമ്മയോട് വലിയ കാര്യമൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ചിലതവൻ സംസാരിച്ചിരുന്നു. ശേഷം തന്റെ സൈക്കിൾ നന്നാക്കിയവൻ സിസിലിയുടെ വീട്ടിൽ പോയി സിസിലിയെ കാണുവാൻ ചെന്നു. പക്ഷേ വീട്ടിലുണ്ടായിരുന്നത് സിസിലിയുടെ അച്ഛൻ മാത്രമായിരുന്നു. സിസിലിയുടെ അച്ഛൻ ജയിലിൽ നിന്ന് വന്ന് പരോളിൽ കഴിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് സിസിലിയെപ്പറ്റി കാള് തിരക്കി. സിസിലി ഇപ്പോ വീട്ടിലില്ലല്ലോ, പുറത്തെവിടെയോ പോയിരിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സിസിലി ഇത് എവിടെ പോയി എന്ന് കാളിന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് റെന്റിനെയും കൂട്ടിക്കൊണ്ട് നേരെ ലൈബ്രറിയിൽ പോയി. സിസിലി വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. ഈ സമയം അതുവഴി ഹാങ്ക് ഒരു കൂട്ടുകാരനുമായി കാറിൽ പോകുന്നുണ്ടായിരുന്നു. റെന്റിനൊപ്പം കാളിനെ കണ്ടതും ആരാണ് തലേന്ന് കാറിന് തീയിട്ടത് എന്ന് ഹാങ്ക് മനസ്സിലാക്കി. അവർ തന്നെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടതും റെന്റിനെയും കൂട്ടി കാൾ ഒരിടത്ത് മറിഞ്ഞിരുന്നു. ഹാങ്കും കൂട്ടുകാരനും ചേർന്ന് അവിടൊക്കെ തിരഞ്ഞു. ഒടുവിൽ അവരെ കാണാതെ അവർ അവിടെ നിന്ന് പോവുകയാണ്. അന്നത്തെ ആ സംഭവത്തോടെ സ്വയരക്ഷയ്ക്ക് എന്തെങ്കിലും തന്റെ കയ്യിൽ വേണം എന്ന് കാളിന് തോന്നാൻ തുടങ്ങിയിരുന്നു. ആയുധങ്ങൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് അവൻ പോയി. ഒരു തോക്ക് വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്തു. പിന്നീട് സിസിലിയുടെ മെസ്സേജ് അവന് വന്നു. എന്നെ കാണാൻ വന്നിരുന്നല്ലോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മെസ്സേജ്. രാത്രിയിൽ അവർ അന്ന് കാണാൻ തീരുമാനിക്കുകയാണ്. പരസ്പരം കണ്ട് സംസാരിക്കുന്ന സമയത്ത് വിക്കിന്റെ വീട്ടിൽ നടന്ന് നിന്നെ ഉപദ്രവിച്ച കാര്യമൊക്കെ പോലീസിന് നീ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് കാൾ അവളോട് തിരക്കി. ഇല്ലെന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. അതിന് 2 കാരണവും അവൾ വ്യക്തമാക്കി. ഒന്ന്, അവളുടെ അച്ഛൻ ഇപ്പോ പരോളിലാണ്. ഈ വിവരം അച്ഛനറിഞ്ഞ പോയി പ്രശ്നമുണ്ടാക്കും. അത് അച്ഛന്റെ പരോളിനെ ബാധിക്കും. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ വിക്കിന്റെ കാറിന് തീയിട്ടത് കാളാണ് എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. താൻ ഇനി കംപ്ലൈന്റ് കൂടെ ചെയ്ത അതിലൊക്കെ അന്വേഷണം വരും. കാളിന്റെ ഭാവിയെ തന്നെ അത് ചിലപ്പോ ബാധിച്ചെന്നിരിക്കും. എന്തായാലും സൂക്ഷിക്കണമെന്നും നാളെ സ്കൂളിൽ പോകുമ്പോ കെയർഫുള്ളായി ഇരിക്കണമെന്നും അവൾ കാളിനോട് പറയുന്നുമുണ്ട്. അടുത്ത ദിവസം കാള് സ്കൂളിലെത്തി. അവനൊരു ഭയമുണ്ടായിരുന്നു. ബോർജി അവനെ കണ്ടപ്പോ അവനുമായി സംസാരിച്ചു. തലേന്ന് നീ എന്നെ കളിയാക്കിയമൊക്കെ ചെയ്തപ്പോ വലിയ ദേഷ്യം വന്നെന്നും അതുകൊണ്ടാ ഞാൻ നിന്റെ സൈക്കിളിന്റെ ചെയിൻ മുറിച്ചിട്ടത് എന്നൊക്കെ ബോർജി പറഞ്ഞു. കൂട്ടത്തിൽ അന്നവനെ സഹായിക്കാൻ പറ്റാതിരുന്നതിന് ബോർജി അവനോട് ക്ഷമ ചോദിക്കുകയും ഇനി എന്ത് സംഭവിച്ചാലും താൻ അവന്റെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുകയും ചെയ്തു. അന്നാ ദിവസം മുഴുവനും വിക്കിനെയും വിക്കിന്റെ കൂട്ടുകാരായ ബുള്ളീസിനെയും ഒഴിവാക്കി നടക്കാൻ കാള് പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒടുവിലവൻ അവരുടെ പിടിയിൽ ചെന്നുപെട്ടു. ശേഷം അവിടെ വെച്ച് വലിയ ഫൈറ്റ് തന്നെ അരങ്ങേറുകയാണ്. തന്റെ ഫൈറ്റിംഗ് ടെക്നിക്കുകളും ആയുധക്കടയിൽ നിന്ന് വാങ്ങിയ ഇടിയൻ വസ്തുവും ഉപയോഗിച്ച് കാളവരെ തിരികെ ആക്രമിച്ചു. ഒടുവിൽ അന്ന് വിജയം കണ്ടത് കാളായിരുന്നു. ഏറ്റവും ഒടുവിൽ ടീച്ചർ ടാലി എത്തിയായിരുന്നു അവിടെ നടന്നിരുന്ന ആ ഫൈറ്റ് അവസാനിപ്പിച്ചത്. അന്ന് അവിടെ നിന്നങ്ങനെ പോകുമ്പോ തന്നെപ്പറ്റി സ്വയം തന്നെ ഒരു അഭിമാനം കാളിന് തോന്നുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് അവൻ മടങ്ങുന്ന വഴിയിൽ സ്കൂളിലെ മറ്റൊരു ഗ്യാങ് സംഘത്തിന്റെ ലീഡറായ റോണി അവനെ വന്നു കണ്ടു. അവനെയും വിളിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാൻ തുടങ്ങി. അവൻ ഫൈറ്റ് ചെയ്ത് വിക്കിനും സംഘത്തിനുമെതിരെ വിജയിച്ച കാര്യമൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. വളരെ അഭിമാനത്തോടെയായിരുന്നു അതിനെപ്പറ്റിയൊക്കെ റോണി അവനോട് സംസാരിച്ചത്. അവനെ തങ്ങളുടെ ഗ്യാങ്ങിലേക്ക് അവർ ഉൾപ്പെടുത്തുന്ന പോലുണ്ടായിരുന്നു. അന്നവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് അവർ വൈകുന്നേരം അവരൊക്കെ ബൗളിങ്ങിന് പോകുന്നുണ്ടെന്നും അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് അവനെ ക്ഷണിക്കുകയും ചെയ്തു. പറഞ്ഞ പോലെ അന്ന് വൈകിട്ട് അവർ ബൗളിങ്ങിന് പോയി. ഒരുപാട് നേരം സന്തോഷത്തോടെ അവരൊന്നിച്ച് ചിലവഴിച്ചിരുന്നു. ആ സമയം റോണി ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന റോണി അച്ഛനുമായി ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോ അച്ഛൻ ചെറിയ ചില സംഗതികൾ ആ മയക്കുമരുന്നിൽ പ്രയോഗിച്ചു. അതിന്റെ സൈഡ് എഫക്റ്റ് വളരെയധികം ഗുരുതരമായിരുന്നു. മൂക്കി കൂടെയൊക്കെ ചോര വന്നു.
6 മാസത്തോളം എടുത്തു അതിൽ നിന്ന് അവനൊന്ന് ശരിയായി വരുവാൻ. കാളതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തിരുന്നു. അന്ന് അതിനുശേഷം പാർട്ടിയിലേക്ക് റോണി അവനെ ക്ഷണിച്ചെങ്കിലും കാൾ അതിന് വിസമ്മതിച്ചു. കാള് ശേഷം സിസിലിയെ വിളിച്ചു. സിസിലിയുമായി സംസാരിച്ചു. സിസിലി കാളിനെയും കാത്ത് കാളിന്റെ വീടിന് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട് എന്നറിഞ്ഞതും കാൾ വേഗം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെല്ലുകയാണ്. വീട്ടിലെത്തിയതും സിസിലിയുമായി കാൾ സംസാരിച്ചു. അന്നത്തെ രാത്രിയിൽ അവൻ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ സിസിലിയോട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് സിസിലി റെന്റിനെ പറ്റി കാളിനോട് ചോദിക്കുന്നത്. റെന്റ് ഒരു തെരുവുനായി ആയിരുന്നെന്നും താനെടുത്ത് വളർത്തിയതാണെന്നും ഇപ്പോൾ റെന്റ് തനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെ കാളാ സമയം പറയുന്നുമുണ്ട്. ശേഷം അവരിരുവരും വീടിനകത്തേക്ക് കയറി. അന്ന് കാളിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. അവരിരുവരും സംസാരിച്ചിരിക്കാൻ തുടങ്ങി. വിക്കുമായി നടന്ന ഫൈറ്റിന്റെ പേരിൽ തനിക്ക് ചീത്തപ്പേര് വരുമോ എന്നുള്ള സംശയമൊക്കെ കാൾ ഉന്നയിച്ചപ്പോ അതൊന്നും ഒരു പ്രശ്നവുമില്ലെന്നും എല്ലാവരും അതിന് വിക്കിനെയാ കുറ്റം പറയുന്നത് എന്നും പറഞ്ഞ സിസിലി കാളിനെ ആശ്വസിപ്പിച്ചു. അവർ ഒരുപാട് സംസാരിച്ച് രാത്രിയിൽ ഒന്നിച്ചിരുന്നൊരു സിനിമ കണ്ടു. അവർ ഒന്നിച്ചിരുന്ന് അടുപ്പം കാണിക്കുന്നത് കണ്ട് റെന്റിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തന്റെ അസൂയ കുറച്ചും മറ്റും റെന്റ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതോടെ റെന്റിനെക്കാൾ വീടിൽ നിന്ന് പുറത്താക്കി. അവന് ശ്രദ്ധ കൊടുത്തില്ലേ, അവനിങ്ങനെ കുറച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കും എന്നും കാൾ ആ സമയം സിസിലിയോട് പറഞ്ഞിരുന്നു. അന്ന് കാളും സിസിലിയും ഒന്നിച്ചായിരുന്നു ഉറങ്ങിയത്. പിറ്റേന്ന് പുലർച്ചെ ഇരുവരും എഴുന്നേറ്റു. കാളിന്റെ മുറിയിലെ ഡ്രോയിങ്സ് ഒക്കെ കണ്ട് നീ എത്ര കഴിവുള്ളവനാ എന്ന തരത്തിൽ സിസിലി അവനെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയുണ്ട്. ആ സമയമാണ് റോഡ് ഐലൻഡിൽ നിന്നും അവന് വന്നിരുന്ന ലെറ്റർ സിസിലി കാണുന്നത്. അവന്റെ അഡ്മിഷൻ അവർ റിജക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ സിസിലിയുമായുള്ള അടുപ്പം കൊണ്ടും ബുള്ളീസിനെതിരെ തിരിച്ചടിച്ചതുകൊണ്ടും അതൊന്നും വേണ്ടെന്നവനപ്പോ തോന്നുന്നുണ്ടായിരുന്നു. അവൻ വളരെ നോർമലായിട്ടായിരുന്നു ആ റിജക്ഷൻ എടുത്തത്. അന്ന് കാളിനടുത്ത് നിന്ന് സിസിലി പോരുമ്പോ സിസിലി ആദ്യമായി അവനെ ചുംബിച്ചു. ശേഷം യാത്ര പറഞ്ഞു പോന്നു. സിസിലി പോയി കഴിഞ്ഞ് കാള് റെന്റിനെ നോക്കാൻ ആരംഭിച്ചു. പക്ഷേ എവിടെയും റെന്റിനെ കാണുന്നുണ്ടായിരുന്നില്ല. അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് വീടിനോട് ചേർന്നുള്ള മൈതാനത്ത് ചോര കിടക്കുന്നത് അവൻ കാണുന്നത്. ആ ചോരപ്പാട് പിന്തുടർന്ന് കാളു ചെന്നു. ഒരു വേസ്റ്റ് ഡബ്ബയിലേക്കായിരുന്നു അത് കൊണ്ടുചെന്നെത്തിച്ചത്. നോക്കിയപ്പോ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. റെന്റിനെ ആരോ ക്രൂരമായി കൊന്ന് അതിനുള്ളിൽ തള്ളിയിരിക്കുന്നു. ആ ഒരു കാഴ്ച തന്നെ കാളിനെയാകെ തകർക്കുന്നതായിരുന്നു. സ്കൂളിലേക്ക് നേരിട്ട് ചെന്ന കാൾ വിക്കിനെ എതിരിട്ട് തന്റെ നായിയെ കൊന്നത് അവനാണോ എന്ന തരത്തിൽ ചോദിച്ചു. പക്ഷേ അല്ലെന്നായിരുന്നു അവന്റെ മറുപടി. പക്ഷേ അധികം വൈകാതെ സ്കൂൾ ഇവന്റ് നടക്കുന്ന ദിവസം റെന്റ് കരയുന്ന പോലെയും മറ്റും കാണിച്ച് വിക്ക് കാളിന് മുമ്പിൽ അഭിനയിച്ചു. അന്ന് വിക്കാണ് റെന്റിനെ വകവരുത്തിയത് എന്ന് കാള് തിരിച്ചറിയുകയായിരുന്നു. ദേഷ്യം അവന്റെ ഉള്ളിൽ ആളിക്കത്തി. പക്ഷേ കാത്തിരുന്ന് പണി കൊടുക്കുവാൻ അവൻ തീരുമാനിച്ചിരുന്നു. വിക്കിന്റെയും മറ്റും ഏറ്റവും വലിയ ഗെയിം നടക്കുന്ന ദിവസത്തിനായി അവൻ കാത്തിരുന്നു. ഒടുവിൽ ആ ഗെയിമിന്റെ ദിവസവും വന്നു. കൈക്കേറ്റ പരിക്ക് കാരണം വിക്കിനെന്ന് കളിക്കാൻ പറ്റുമായിരുന്നില്ല. കളി അവർ പരാജയപ്പെട്ടു വരികയായിരുന്നു. പ്ലേയേഴ്സൊക്കെ വലിയ സന്തോഷവാന്മാരായി കാണപ്പെട്ടതുമില്ല. മറുവശത്ത് കാൾ അവരുടെ ലോക്കർ റൂമിലേക്ക് കടന്നു കയറിയിരുന്നു. അവർ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന് അവൻ കണ്ടെത്തി. അതിലേക്ക് പണ്ട് റോണിയുടെ അപ്പൻ അവനോട് ചെയ്തെന്ന് അവൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, മയക്കുമരുന്നിൽ ഒരു കെമിക്കൽ കലർത്തിയെന്ന്. അത്തരത്തിൽ അവരുടെ മയക്കുമരുന്നിലേക്കും വിക്ക് അത് കലർത്തുകയാണ്. പിന്നീട് ആ മയക്കുമരുന്ന് ഉപയോഗിച്ച് വിക്കിന്റെ കൂട്ടുകാരായ ബുള്ളീസിന് റോണി പറഞ്ഞ പോലെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആരംഭിച്ചു. കനത്ത തലവേദനയും രക്തം വരലും ഒക്കെ കാരണം അവിടെ മൊത്തത്തിൽ പ്രശ്നം നിറഞ്ഞു. പലരെയും ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റി. നടക്കുന്ന ആ കാര്യങ്ങൾ കണ്ടപ്പോ ബോർജിക്കും സിസിലിക്കും ചില സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. അവർ ഉടനടി കാളിനെ നോക്കാൻ ആരംഭിച്ചു. മറുവശത്ത് കാളാകട്ടെ വിക്കിനെ ഒരു വശത്ത് ലോക്ക് ചെയ്ത് അവനെ ഉപദ്രവിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. നല്ല രീതിയിൽ വിക്കിനെ പറഞ്ഞു പേടിപ്പിച്ച കാൾ തന്റെ ബേസ്ബോൾ ബാറ്റ് വെച്ച് അവനെ കനത്ത രീതിയിൽ ആക്രമിച്ചു. പക്ഷെ ഒരു ഘട്ടത്തിൽ കാളിൽ നിന്ന് വിക്ക് ആ ബേസ്ബോൾ ബാറ്റ് പിടിച്ചു വാങ്ങി. ഭാഗ്യവശാൽ അപ്പോഴേക്കും ബോർജി എത്തിയിരുന്നു. തന്റെ പിസ്റ്റൾ എടുത്ത് അവൻ ആകാശത്തേക്ക് വെടിയുതിർത്തു. അതോടെ വിക്ക് ഒന്ന് ഭയപ്പെട്ടു നിന്നു. ബോർജിയിൽ നിന്ന് ആ പിസ്റ്റൾ കാൾ പിടിച്ചു വാങ്ങി. ശേഷം തോക്കെടുത്ത് വിക്കിന് നേരെ ചൂണ്ടി വിക്ക് ചെയ്ത പ്രവൃത്തികൾക്ക് വിക്കിനെ ഒരു പാഠം പഠിപ്പിക്കാൻ കാൾ ഒരുങ്ങി നിന്നു. പക്ഷേ അപ്പോഴേക്കും സിസിലി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കാള് വിക്കിനെ വെടിവെച്ച് കൊല്ലാൻ പോകുന്നു എന്ന് കണ്ടതും സിസിലി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു തരത്തിൽ സിസിലിയുടെ വാക്ക് കേട്ട് വിക്കടങ്ങി. പിന്നാലെ സിസിലി ബേസ്ബോൾ ബാറ്റ് എടുത്ത് കാളിന്റെ അടുത്തു കൊടുത്തു. അവനെ കൊന്നുകൊണ്ട് പ്രതികാരം തീർക്കേണ്ട കാര്യമില്ല, മറ്റു വഴികളിലൂടെയാവാം എന്ന് സിസിലി അവനോട് പറയുകയും ചെയ്തു. ബേസ്ബോൾ ബാറ്റ് വാങ്ങിയെടുത്ത കാൾ അതുപയോഗിച്ച് അവനെ തല്ലിച്ചതയ്ക്കുകയാണ്. കുറച്ചു കഴിഞ്ഞതും സിസിലി അതിലും ഇടപെട്ടു. മതിയെന്ന് പറഞ്ഞ് കാളിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. ശേഷം അവരിരുവരും ആ തോക്കും ബേസ്ബോൾ ബാറ്റും ഒരിടത്ത് കളഞ്ഞു. വരാൻ പോകുന്നത് എന്തായാലും അതിനെ നേരിടാൻ ഒരുങ്ങി മനസ്സിനെ പാകപ്പെടുത്താൻ അവർ ആരംഭിച്ചിരുന്നു. കൈകൾ കോർത്തുപിടിച്ച് എന്തു വന്നാലും എതിരിടും എന്ന ധൈര്യത്തിൽ മുന്നോട്ടു പോകുന്ന അവരുടെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്.
റെന്റ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.